ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു സഹായം ആവശ്യമാണ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ മുൻപോട്ടൊരു ചുവട് വയ്ക്കാൻ കഴിയാതെ ഈ കുഴിയിൽ നിങ്ങളെ ഒന്ന് വലിച്ചു കയറ്റാൻ ആരുമില്ലാതെ ദാവീദ് പാടിയപ്പോൾ പറഞ്ഞു, നാശകരമായ കുഴിയിലാണ് ഞാൻ കിടന്നത്. പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, സഹായിപ്പാൻ ആരുമില്ലാതെ വേദനയിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. തിരുവചനം പറയുന്നു, മനുഷ്യരുടെ സഹായം വ്യർത്ഥമാണ്. മനുഷ്യർക്ക് നിങ്ങളെ സഹായിപ്പാൻ കഴിയാതെ പോകുന്നുണ്ട്. കാരണം അവരെല്ലാവരും ബലഹീനരാണ്. എന്നാൽ ഇന്ന് പകൽ ബലവാനായ ഒരു ദൈവം, സർവശക്തനായ ഒരു ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിക്കുന്ന പകലാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതേ, നിങ്ങളെ സഹായിക്കുന്ന ഒരുവനുണ്ട്. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടിയത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. എന്നെ സഹായിക്കുന്നവൻ എൻ്റെ സൃഷ്ടാവാണ്. എന്നെ സഹായിക്കുന്നവൻ എന്നെ മെനഞ്ഞ ദൈവമാണ്. ഒരു കുശവൻ തൻ്റെ കയ്യിൽ കളിമണ്ണെടുത്ത് ആ കളിമണ്ണിനെ ഒരു പാത്രമായി രൂപപ്പെടുത്തുന്നത് പോലെ എന്നെ മെനഞ്ഞ ദൈവമാണ്. അവനാണ് എന്നെ തൊട്ടത്. അവനാണ് എൻ്റെ അന്തരിന്ദ്രിയങ്ങളെയൊക്കെ നിർമ്മിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിനറിയാം. നിങ്ങളുടെ ഭാരത്തെ ദൈവത്തിനറിയാം. എവിടെ തൊടണമെന്ന് ദൈവത്തിനറിയാം. എന്ത് കൽപ്പിക്കണമെന്ന് ദൈവത്തിനറിയാം. അവൻ തൻ്റെ വചനം അയച്ചവരെ വിടുവിച്ചു എന്നെഴുതിയിരിക്കുന്ന പോലെ ദൈവം ഇന്ന് പകൽ നിങ്ങളെ സഹായിപ്പാൻ ഇറങ്ങി വരും. ഭക്തൻ നിലവിളിക്കുകയാണ്, എനിക്ക് ആര് സഹായം ചെയ്യും? ദൈവം അവനൊരു ഉറപ്പ് കൊടുത്തു, ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ, ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കില്ല. ഇന്ന് പകൽ നീ ആയിരിക്കുന്ന പ്രതിസന്ധി അത് എത്ര വലുതാണെങ്കിലും, അത് എത്ര അസാധ്യമാണെന്ന് ലോകം വിധി എഴുതിയതാണെങ്കിലും ദൈവം ഉറപ്പ് തരികയാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകടിയിൽ നിഴലിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്ന നിന്നെ അവൻ കൈവിടില്ല. നിന്റെ കാല് വഴുതുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഈ നിമിഷം മുതൽ, ഇന്ന് മുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഈ പകൽ മുതൽ ദൈവം നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും പരിപാലിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക, ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്റെ കരത്തിൽ പിടിക്കും. ദൈവം നിനക്ക് മുമ്പിൽ വാതിലുകളെ തുറന്നു വയ്ക്കും. നിനക്ക് അനുവദിക്കപ്പെട്ട നന്മകൾ, അർഹതപ്പെട്ടത് നിന്നെ തേടി വരും. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.